ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമം മനോരമയിലും ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള കുറച്ച് വർക്കുകളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഇന്നിപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോ ചെയ്യണം, ഫേസ്ബുക്കിൽ ലൈവ് പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. ഓക്കെ, ഉള്ള സമയം മാക്സിമം ഉപയോഗപ്പെടുത്തട്ടെ. ശരിനാ, ഓക്കെ, സീ യു ലേറ്റർ, ബൈ. വൈഫ് ഇതാണ് സ്നേഹമുള്ള കാര്യം. ഓക്കെ, നമ്മൾ ഓഫീസിലാണെന്നുണ്ടെങ്കിലും വിളിക്കും, എന്തൊക്കെയുണ്ട് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, വിവരങ്ങൾ അന്വേഷിക്കുന്നു, നമ്മളത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ചെയ്യുന്നു, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ചിലർ വിളിക്കുക, ചില വൈഫ് വിളിക്കുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യും, ഒറ്റടിക്ക്. ഞാൻ കണ്ടിട്ടുണ്ട് ചില സുഹൃത്തുക്കൾ, ചില വ്യക്തികളൊക്കെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ ആയിക്കോട്ടെ എന്തെങ്കിലും കാര്യത്തിന് ഒരു വൈഫ് അങ്ങനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കരുത്, എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സംസാര രീതിയുണ്ട്. അതൊരു നല്ല പ്രവണതയല്ല, അല്ലാതെ നിങ്ങളുടെ ബീരത്വമാണ് തെളിയിക്കുന്നത്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തെ കറക്റ്റായിട്ട് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അത് ശരിക്കും ഒരു ആണത്തമായിട്ടോ നല്ലൊരു ക്വാളിറ്റി ആയിട്ടോ ആരും കൊണ്ടു നടക്കരുത്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചില നേരം നമുക്ക് വിഷം വരും, എന്നാലും ഒരിക്കലും അവരോട് ഇറിറ്റേറ്റ് ചെയ്ത് ചൂടായി സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ട. ഇന്ന് വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ വിളിക്കരുത്, ഈ നേരത്തെ വിളിക്കരുത്, ഞാൻ തിരക്കില്ല, നിനക്ക് അറിയില്ല എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. വളരെ നല്ല രീതിയിൽ സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ പറയാം, ഞാൻ കുറച്ച് തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ പിന്നീട് വിളിക്കാം, whatever it is, you explain your situation. Anyway, let's get into today's Q&A session ചെയ്യാനുണ്ട്. ഇന്നത്തെ ഡേയിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിലോട്ട് കടക്കുന്നതിന് മുൻപ് ആക്ച്വലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേ ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനർജി കുറച്ച് ഡൗൺ ആണ്. ഐ നീഡ് സംതിങ് ടു ഡ്രിങ്ക് ആൻഡ് ഐ ആം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. Okay, this is for me and this is for my team members. ഇന്ന് വല്ലാത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. കാവനൂർ വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് വില്ലേജ് ആയിട്ട് പ്രഖ്യാപിച്ചു. This is from the supermarket. എനിവേ, ഓക്കെ, ഇന്നത്തെ ഒരു ഡേ, ഇന്ന് ഓഫീസ് വന്നതിന് ശേഷമാണ് ടു ലിസ്റ്റും കാര്യങ്ങളും പ്ലാനും ചെയ്തത്. കാരണം വളരെ നേരത്തെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഇന്ന് 2 അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലോട്ടും മറ്റൊന്ന് അഡ്മിനിസ്ട്രേഷനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ടും. വളരെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഷാപ്പിംഗ് സ്പേസിൽ വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ, കാര്യങ്ങൾ, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൾച്ചർ എന്താണ്, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഒരു ട്രെയിനിങ് കൊടുത്തു. നമ്മൾ ഇന്ന് അവരെ റിക്രൂട്ട് ചെയ്തു. അടുത്ത് നമ്മൾ വേറെ 2 പേരെ അടുത്ത് റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആഡ് കൊടുക്കുകയും ചെയ്തു. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കസ്റ്റമർ കെയർ ഓഫീസ് ലെവലിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ക്വാളിറ്റിയുള്ള ഒരാളെയും കൂടി നമ്മൾ അങ്ങനെ 2 പേരെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനാണ് പാസ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളും കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചു. പക്ഷേ ഞാൻ ഫുള്ളി ബിസി ആയിരുന്നു. കാരണം അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ബ്രീഫ് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഉടനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കാവനൂർ വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് വില്ലേജ് ആയിട്ട് പ്രഖ്യാപിച്ചു. കാവനൂർ എന്ന് പറയുന്നത് ചെറിയൊരു കുഗ്രാമം അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു ദിവസമായിരുന്നു. അത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന, അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഒരു കാവനൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക്. എൻ്റെ ഓഫീസിനടുത്തുള്ള ഒരു ഇതാണ്. എല്ലാവർക്കും സംസാരിക്കാനുണ്ടായിരുന്നത് അവിടുത്തെ വില്ലേജ് ഓഫീസർ ഇതിനടുത്തുള്ള എഫേർട്ടുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും. അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു വിഷ്വൽസ് മാത്രമേ എടുക്കാവൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ കവർ ചെയ്തു. കുറച്ച് ചരിത്ര മുഹൂർത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. നാട്ടുകാരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അവരുടെ ഫീലിങ്സുകൾ, കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയുള്ള അവരുടെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞു. അവർ പലരും പങ്കുവെച്ചു. ആദ്യം ഉണ്ടായിരുന്ന വില്ലേജും ഹൈടെക് ആയ വില്ലേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം ഇത് നിങ്ങളിലോട്ട് എത്തിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള പല വില്ലേജിൽ ഉള്ള വ്യക്തികളും വില്ലേജ് ഓഫീസർമാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തും വില്ലേജും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും ഇവിടെ തന്നെ ഒരു നാട്ടുകോടതി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി കാവനൂർ പഞ്ചായത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാതൃകാപരമായിട്ട് അത് നടത്തുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സ്വത്ത് തർക്കങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കാവുന്നതാണ്. ഇതും ഈ പറഞ്ഞിരിക്കുന്ന വില്ലേജ് ഓഫീസറുടെ മുകുന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറുടെ ഒരു പ്രയത്നം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതായിട്ടുള്ളത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എനിവേ, എന്നും നാട്ടുകാരുടെ കൂടെ നിൽക്കുന്ന, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന വില്ലേജ് ഓഫീസർമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും അതേപോലെ തന്നെ മറ്റുള്ള ജനപ്രതിനിധികളെയും ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരിക്കലും ഒരു മെട്രോ സിറ്റിയിൽ വെച്ചിട്ടല്ല ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ഉൾപ്രദേശത്ത്, അല്ലെ? എന്റെ അറിവ് വെച്ചിട്ട് അങ്ങനെയാണ്. മെട്രോ സിറ്റികൾ ഇതിനു മുൻപേ ഇങ്ങനെയുള്ള ഒരു ഹൈടെക് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. എനിവേ, ഇതൊരു ഇൻസ്പിറേഷണൽ
പേഴ്സണൽ സ്റ്റോറിയാണ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം. ഏത് നാട്ടിൻ പുറത്താണെങ്കിലും ശരി, എത്ര ചെറുതായിട്ടാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിലും ശരി, ഒരു ഗ്ലോബൽ ലെവലിലോട്ട് വളരാൻ, ഗ്ലോബൽ റെസ്പെക്ട് ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോജക്റ്റുകളെ എത്തിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കണം. കാവനൂർ എന്ന് പറയുന്ന ഈ ഒരു റിമോട്ട് വില്ലേജിൽ നിന്ന് ഉള്ള ഒരു വില്ലേജ് ഓഫീസർക്ക് ഇങ്ങനെ ഒരു നേട്ടം സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഭിമാനിക്കാവുന്ന വലിയൊരു നേട്ടമാണ്. അല്ല, ഷാഫി ഇൻസ്പേസിന്റെ കാര്യത്തിൽ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കാവനൂർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വെക്കുന്നത്? നിനക്ക് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ദുബായിൽ സ്റ്റാർട്ട് ചെയ്തുകൂടെ, അറ്റ്ലീസ്റ്റ് മഞ്ചേരി ടൗണിലേക്കും ചെയ്തുകൂടെ? അവരൊക്കെ പറയുന്നത് വെച്ചാൽ നല്ലൊരു സ്ഥലത്തായാൽ മാത്രമേ ബിസിനസ് നല്ല രീതിയിൽ പോകുള്ളൂ. അങ്ങനത്തെ ഒരു ധാരണ ഒഴിവാക്കാം. ലൊക്കേഷൻ എപ്പോഴും പ്രധാനം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ ബിസിനസ് മേഖലയ്ക്ക് മാത്രമാണ്. നിങ്ങളടുത്ത് നല്ല സേവനങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളടുത്തേക്ക് എവിടെ നിന്നും വരും. അതിൽ വിശ്വസിക്കുകയും ഇന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഷാഫി ഇൻസ്പേസ്. കാരണം ഷാഫി ഇൻസ്പേസിന്റെ പല ക്ലയൻസും കാവനൂരിൽ നിന്നുള്ളവരല്ല പലപ്പോഴും. ഫോർ എക്സാമ്പിൾ ജിദ്ദയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള NRIs ഒക്കെ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ബുക്ക് ചെയ്യുന്നു, നാട്ടിലോട്ട് വരുന്നു, വീണ്ടും വിളിച്ചിട്ട് ഡേറ്റ് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ഉൾപ്രദേശത്ത് വന്നിട്ട് സേവനം ലഭിച്ച് ഹാപ്പി ആയിട്ട് മടങ്ങി പോകും. ഇവിടെയൊക്കെ വരുന്നവർ പലരും കണ്ണൂർ ഭാഗത്ത് വരുന്നവരുണ്ട്, കാസർഗോഡ് വരുന്നവരുണ്ട്, ആലപ്പുഴ വരുന്നവരുണ്ട്, എറണാകുളം ഭാഗത്ത് വരുന്നവരുണ്ട്. സോ ഇത് സംഭവിക്കുന്നു. ഇറ്റ് ഈസ് മേക്സ് മീ ഹാപ്പി. ഇതിനും അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാവനൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്ലോബൽ അറ്റൻഷനിലോട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സേവനങ്ങൾ നൽകുന്നതിലൂടെ ആൾക്കാർ കൗൺസിലിംഗ് സെഷൻസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ട്രെയിനിങ് സംഭവങ്ങളായിക്കോട്ടെ, ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഈ നാടിനൊരു അറ്റൻഷൻ ലഭിക്കുന്ന, നാടിനൊരു പേരുണ്ടാക്കുന്ന രീതിയിൽ പ്രോജക്റ്റുകൾ ചെയ്യുക എന്നുള്ളത് എപ്പോഴും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു. അതിന് പ്രതിനിധീകരിക്കാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് അവിടെ ഫംഗ്ഷന് പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം കാവനൂർ വില്ലേജിന്റെ വക അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്തു. നല്ല സന്തോഷമുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇവിടേക്ക് വന്നു. എഡിറ്റിംഗ് വർക്കുകളെ കാര്യങ്ങളെക്കുറിച്ച് സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും അന്വേഷിച്ചുമായിട്ട് പിന്നെ റെക്കോർഡിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. വളരെ എമർജൻസി ആയിട്ട് അതിന് മുൻപ് ഈ ഒരു അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ടീമുമായിട്ടൊരു ഡിസ്കഷൻ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോട്ട് പോയി. ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ റെക്കോർഡിംഗ് ചെയ്യുന്ന അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ വളരെ നല്ലൊരു പയ്യനാണ്. അദ്ദേഹം നല്ലൊരു സിംഗറും കൂടിയാണ്. ഹിന്ദി സോങ്സ് നന്നായിട്ട് പാടാൻ കഴിയുന്ന ഒരാളാണ്. അവന് ഇതിന് മുൻപ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കവർ ചെയ്യണം എന്നുള്ളത് ഹിന്ദി സോങ്ങിന്റെ. അന്ന് എൻ്റെ കയ്യിൽ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണ്ട് വറി, ലെറ്റ്സ് ഡു ദിസ്. എൻ്റെ ഒരു ക്യാമറ ഉണ്ട്, ഞാൻ വരണ്ട്, നമുക്ക് ചെയ്യാവുന്നത്. അങ്ങനെ ഞാൻ ഇത് പോയ സമയത്ത് ഈ ക്യാമും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നല്ല ലെൻസും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നോർമലി വൈഡ് ലെൻസ് ആണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഒരു ബ്ലോക്ക് ലെൻസ് കൂടെ കൊണ്ടുപോയി അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു ശ്രമം നടത്തി. ഐ ഡോണ്ട് നോ നല്ല രീതിയായിട്ടുണ്ടോ, ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ട് അവന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണം. നല്ലൊരു പയ്യനാണ്, നല്ല കഴിവുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയണം. അദ്ദേഹം ഒരു കാവനൂർ എന്ന് പറയുന്ന പ്രദേശത്തിന് അടുത്ത് ഉള്ള ഒരു സ്ഥലത്തുള്ള ഒരാൾ തന്നെയാണ്. മീൻചിറക്കൽ എന്ന് പറയുന്ന മറ്റൊരു ചെറിയൊരു ഉൾപ്രദേശത്ത് നിന്നുള്ള ഒരാളാണ്. അദ്ദേഹം വലിയ രീതിയിൽ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം മഞ്ചേരിയിൽ ടൗണിൽ നല്ലൊരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരാളും കൂടെ പാർട്ണർഷിപ്പിൽ ഒരു ഹൈ എൻഡിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അധികം വൈകാതെ അടുത്ത മാസത്തിനുള്ളിൽ ചിലപ്പോൾ അതിനെ ഇനാഗുറേറ്റ് ചെയ്തിട്ട് എന്ത് ഈ പബ്ലിക്കിന് സർവീസുകൾ കൊടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുമായിരിക്കും. നിങ്ങളുടെ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ പറയുന്ന എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് അത് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നു. That's it for today. അതിന് മുൻപ് ഒരു കാര്യം ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോട്ട് പോകാം. ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. നാസ്തികൻ ദൃശിവ പേരൂർ ചോദിച്ചിട്ടുള്ള ചോദ്യം ഭയങ്കര രസമാണ്. വ്യവസ്ഥാപിത മൂല്യശോഷണങ്ങൾക്ക് മുകളിൽ ക്രിയാപരമായ നിയോ ലിബറൽ നയങ്ങൾ ബാഹ്യമായ ചാലശക്തി ഉപയോഗിച്ച് നിഷ്ക്രിയം ആക്കുന്നതിന് വൈരുദ്ധ്യാത്മക ഭൗതികവാദം നിസ്തൂലമായി സഹായകം ആകുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വല്ലാത്ത ചോദ്യമായി എൻ്റെ ബ്രദർ. ഇതിനൊന്നും ഉത്തരം പറയാനുള്ള വലിയ ബുദ്ധിയൊന്നും ഈ തലയിലില്ല. ഇനി ആരെങ്കിലും ഇതിന് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യണം. പ്ലീസ് ഹെൽപ്പ് ദിസ് പേഴ്സൺ. എനിക്കത് ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല. അത്രയ്ക്കും ഒരു മലയാള ഭാഷാ പണ്ഡിതനല്ല ഞാൻ. അൽ അമീൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചോദിച്ചിട്ടുള്ളതാണ്. സർ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. എനിക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദമുണ്ട്. അത് എന്നെ പഠനത്തിൽ നിന്ന് വല്ലാതെ അകറ്റുന്നു. ഭാവി ആലോചിക്കുമ്പോൾ പേടിയാണ്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, പക്ഷേ ഒന്നിലും ശക്തമായി നിലനിർത്താൻ സാധിക്കുന്നില്ല. പ്ലീസ് ഹെൽപ്പ് ചെയ്യണം സാർ. അൽ അമീനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു സ്റ്റുഡന്റ് എന്നുള്ള സമ്മർദ്ദം കൂടുന്നുണ്ടെങ്കിൽ സമ്മർദ്ദത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് റിസൾട്ടിലാണ്. റിസൾട്ടിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വിജയം നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ അടിച്ച് വിഷമം കൂടി അറിയിച്ചു. അപ്പോൾ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, റിസൾട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. അത് നമ്മുടെ കൺട്രോളുള്ള ഒരു കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കൺട്രോളുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? പഠനമാണ്. അപ്പോൾ പഠിക്കുക എന്നുള്ള ടാസ്കിൽ മാത്രം സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ടാസ്കിൽ ഫോക്കസ് ചെയ്യുക. നെവർ ഫോക്കസ് ഓൺ ദ റിസൾട്ട്, ഫോക്കസ് ഓൺലി ഓൺ ടാസ്ക്. എന്താണ് ഒരു വിദ്യാർത്ഥി നിലക്ക് എന്താണ്? പഠനം മാത്രമാണ്. എനിക്ക് എത്ര മാർക്ക് കിട്ടും, എനിക്ക് എത്ര ഗ്രേഡ് കിട്ടും, ഞാൻ പാസ് ആയിട്ടില്ലെങ്കിൽ
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, സുഹൃത്തുക്കളെന്ത് വിചാരിക്കും, ക്ലാസ്മേറ്റ്സ് എന്ത് വിചാരിക്കും? നെവർ എവർ തിങ്ക് ലൈക്ക് ദാറ്റ്. ഓൾവേസ് ഫോക്കസ് ഓൺ ദ ടാസ്ക്. എനിക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കാനുള്ളത് ലഭിക്കും. എനിക്ക് അറിയിച്ചിട്ടില്ല എങ്കിൽ ലഭിക്കില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് ലഭിക്കും. കാരണം ഞാൻ അത് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ താൻ പാതി ദൈവം പാതി. നമ്മുടെ പാതി നമ്മൾ ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമുക്ക് കഴിയാത്ത കാര്യങ്ങളല്ല. ദിസ് ഈസ് ജസ്റ്റ് അനദർ ഓപ്പർച്യൂണിറ്റി. മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, കരുതുക. ഞാൻ ഇതേ കാര്യം തന്നെ നമ്മുടെ സക്സസ് ടോക്ക് ഷോ എന്ന് പറഞ്ഞുള്ള പോഡ്കാസ്റ്റ് ഉണ്ട്, വാട്സപ്പിലാണ് ചെയ്യുന്നത്. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. അതിൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എങ്ങനെ സമ്മർദ്ദം ഒഴിവാക്കുന്നത്. ദാറ്റ് ഈസ് ആൻസർ ഫോർ യു. റിയാസ് ടെങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ദൈവം എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവ് കൊടുക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെ ആ കഴിവ് കണ്ടെത്താം? പ്രിയപ്പെട്ട റിയാസ്, എനിക്ക് പറയാനുള്ളത് വെച്ചാൽ DMIT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഡെർമോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയും. നമ്മുടെ പല വ്യക്തികളുടെയും കഴിവുകൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട് സയൻസിൽ. ഒന്ന് പറയുന്നത് വെച്ചാൽ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാരും റൈറ്റ് ബ്രെയിൻ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ. ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ്, അതേപോലെ ലോജിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിരിക്കും. റൈറ്റ് ബ്രെയിൻ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഡിസൈനിങ് ഓറിയന്റഡ് ആയിട്ടുള്ള, ആർട്ടിസ്റ്റിക് ലെവലുള്ള തിങ്കിങ് കൂടുതലായിരിക്കും. ബ്രെയിനിന്റെ ഈ രണ്ട് പാർട്ടിനെ തിരിച്ചറിയാനും അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഏതാണെന്ന് കണ്ടെത്താൻ നിലവിലുള്ള പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് DMIT എന്ന് പറയുന്ന ഈ ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ DMIT ടെസ്റ്റ് നിങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, നല്ല സെന്റർ കണ്ടെത്തുക, പോയിട്ട് ചെയ്യുക. നല്ല DMIT എക്സ്പേർട്സുകളുണ്ട്, അനലൈസ് ചെയ്യാൻ പറ്റിയുള്ള എക്സ്പേർട്സ്. അപ്പോൾ അത് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ നോർമൽ ആയിട്ടുള്ള മാനുവൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. പല സൈക്കോളജിസ്റ്റുകളും ഇത് ചെയ്തു കൊടുക്കുന്നത്, പ്രത്യേകിച്ച് കരിയർ എക്സ്പേർട്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് അറിയില്ല. ദുബായിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സേവനങ്ങൾ പലയിടത്തും അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലും പല മെട്രോ സിറ്റീസിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇനി അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ആരാന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇഷ്ടപ്പെടുന്ന മേഖല ഏത്, താല്പര്യമുള്ള വിഷയങ്ങൾ ഏത്, ഇതെല്ലാം നിങ്ങളോട് ചോദിക്കുക. അത് ചോദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഒരു ഐഡിയ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുക. ലോകത്തെ ഏറ്റവും വലിയ ധനവാനായി നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പണം സമ്പാദിക്കേണ്ട, ജോലി ചെയ്ത് പണം സമ്പാദിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു അവസ്ഥ വന്നു. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളൊരു ജോലി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ജോലി ഏത് ജോലിയായിരിക്കും തിരഞ്ഞെടുക്കുക? ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ കഴിയും. നിങ്ങളെങ്ങാനും നിങ്ങൾ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം ഗെയിം റിയലി ചേഞ്ചസ്. ഓക്കെ, ഹരിപ്രസാദ് MK എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ വല്ലാതെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എങ്ങനെ എൻ്റെ ചിന്തകളെ റിഡ്യൂസ് ചെയ്യാം, എൻ്റെ ആങ്സൈറ്റി റിഡ്യൂസ് ചെയ്യാം. ലൈഫിനെ ഓവർ സീരിയസ് ആയിട്ട് കാണുക, സിമ്പിളായിട്ട് കാണാൻ ശ്രമിക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ലൈഫ് എൻജോയബിൾ ആയിട്ടുള്ള ഒരു ജേണിയാണ്. എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക, പ്രസന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. നന്ദിയുള്ളവനായിരിക്കാം. രാവിലെ എണീറ്റ ഉടനെ ഒരു അല്പനേരം കണ്ണടച്ചിരിക്കുക. ഇന്ന് ഞാൻ ഹാപ്പിയാണ്, ദൈവത്തോട് നന്ദി പറയുക. ഇന്നലെ നിങ്ങളെ സഹായിച്ചിട്ടുള്ള വ്യക്തികളോട് നന്ദി പറയുക. ഈ ലോകത്തെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുക. എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നിങ്ങളെ വിഷമിപ്പിച്ച ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മാപ്പ് കൊടുക്കാൻ മുന്നോട്ട് പോകുക.